ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. മൈസൂർ പാക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അല്ലെങ്കിൽ ഏത് കപ്പിനാണോ കടലമാവ് എടുക്കുന്നത് സെയിം അളവിൽ തന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സെയിം കപ്പിന് തന്നെ ഞാനിതാ 1 കപ്പ് നെയ്യും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നെയ്യും ഓയിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ 1.5 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ 1.5 കപ്പ് വേണ്ടി വരില്ല, 1.25 കപ്പൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിപ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് നെയ്യ് എടുക്കാതെ 1/4 കപ്പ് നെയ്യ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നെയ്യ് എടുക്കാനെന്ന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. ഇതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള 1 ഗ്ലാസ് കടലമാവുണ്ടല്ലോ, അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ട് കൊടുക്കണ്ട, ചെറിയ തീയിലിട്ട് കൊടുത്താലും മതി. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വേറെ മതി. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരും. നല്ലൊരു ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം കേട്ടോ. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതൊന്ന് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലൂടെ ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് അരിച്ചെടുക്കുകയാണ്. അതവിടെ മാറ്റി വെക്കുക. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഈ ഒരു സെയിം ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് കേട്ടോ എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് 1 നൂൽ പരുവാവുന്ന വരെയാണ് കേട്ടോ തിളപ്പിച്ചെടുക്കേണ്ടത്. നമുക്ക് 1 നൂൽ പരുവാകുമ്പോഴാണ് ഇതിലേക്ക് കടലമാവൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തിളപ്പിച്ചെടുക്കാൻ വെക്കുന്ന സെയിം അതേ സമയത്ത് തന്നെ വേറെ പാനിൽ ഇതുപോലെ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ചൂടാക്കാനും വെക്കണം. അത് നല്ല ചൂട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഇതേ സമയത്ത് തന്നെ അത് ചൂടാക്കാനും കൂടെ വെക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതേപോലെ തന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മധുരം ഒരു നുള്ളു മതി, ഒരുപാടൊന്നും വേണ്ട. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതും കുറച്ച് മതി, ഒരുപാടായാലും അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതും ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കുക. ഫുഡ് കളർ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പം നല്ലത് നമുക്ക് മഞ്ഞൾ ചേർക്കുക തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇത് തിളച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 നൂൽ പരുവാവണം. 2 നൂൽ പരുവാകുമ്പോഴേക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. 1 നൂൽ പരുവാകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇതിങ്ങനെ മെല്ലെ തൊട്ട് നോക്കുന്ന സമയത്ത് കണ്ടോ 1 നൂൽ പരുവാണ്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ആവട്ടെ. 2 നൂൽ പരുവാവാൻ വെയിറ്റ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. നേരത്തെ ഞാൻ തൊട്ടപ്പോൾ ഏകദേശം 1 നൂൽ പരുവത്തിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ച ശേഷം നോക്കുകയാണ് കണ്ടോ. ഇതാണ്ട് ഈ ഒരു പരുവായാൽ മതി, ഇതിലും കൂടുതലാവരുത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടലമാവാണ്. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ട കുത്തിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അത് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കൈ കൊണ്ട് ഇടുക, ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഒരേ സമയത്ത് രണ്ടും ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ നെയ്യും ഓയിലും കൂടെ ചൂടാക്കി എടുത്തിട്ടില്ല, അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ആ ഒരു മാവ് അത് അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പോരും. നമുക്ക് എത്രയാണോ അതിലേക്ക് നെയ്യ് വേണ്ടത് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അത് പുറത്തേക്ക് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ എക്സ്ട്രാ വന്ന് നിൽക്കുന്ന ആ ഒരു പരുവം വരെ നമുക്കിങ്ങനെ ചൂടോടുകൂടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും മതി. ഞാനിവിടെ ഒരു 1.25 കപ്പാണ് എടുത്തത്. 1.5 കപ്പ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ 1.25 കപ്പാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അത് മതിയെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യുക, എത്ര വേണമെന്ന് 1.5 എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ലോഫ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അതിൽ ഞാൻ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന അതിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഹൈറ്റ് ഉള്ള ചതുരത്തിലുള്ള മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ചൂടോട് കൂടെ തന്നെ വേഗം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്നിങ്ങോട്ട് പാത്രമൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കണം. മുകൾ ഭാഗം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട. അപ്പോൾ ഉള്ളിലുള്ള ഒരു ഹോൾസ് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പാച്ചിൽ വെച്ച് മെല്ലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുത്താൽ മതി. ശരിക്കും ചൂടാറുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണോ അത് കട്ട് ചെയ്തെടുക്കുന്നത് അതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ലോണം ചൂടാടാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. അതിനുശേഷം നന്നായിട്ട് തണുത്ത ശേഷം വേണം ഇതൊരു ഇമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമുക്കത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് ടേസ്റ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മൈസൂർ പാക്കിൻ്റെ സെയിം ടേസ്റ്റിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് വൃത്തിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.